ഹാപ്പി ബർത്ത്ഡേ ആണോ? പുതിയ സ്റ്റൈൽ കാത്തൂനെ നോക്കുക കേട്ടാ. ആദിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ഡെക്കറേഷൻസ് എല്ലാം കാണാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദിക്കുട്ടീൻ്റെ ബർത്ത്ഡേയുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ശമുചേട്ടന്റെ തലയിൽ എന്തോ മഞ്ഞ പോ. ഇതെന്റെ പുതിയ സ്റ്റൈൽ. ബഹ്റൈനിലെ ഉമൽഹാസത്തിലുള്ള ബാങ്കോക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടി ഹാൾ വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ നടത്തിയത്. അപ്പം ഇതാണ് പാർട്ടി ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഫായിസയാണ് നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേക്കും ഫായിസ തന്നെയാണ്. അപ്പോൾ ഇത് ഫായിസയുടെ പാർട്ട്ണറാണ്. അപ്പോൾ അവിടെ ബലൂൺ വീർപ്പിക്കലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലൂൺസ് എല്ലാം ബാക്കി കിടക്കുന്ന ബലൂൺസ് എല്ലാം ഫായിസ അവിടുന്ന് സെറ്റാക്കി കൊണ്ടുവന്നതാണ് ആർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ശംഭുചേട്ടനും കണ്ണനും ജയൻ ചേട്ടനും എല്ലാവരും ഉണ്ട്. ഫായിസ ആണെങ്കിൽ അവിടെ കാത്തൂൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് അത് കാർഡ് ബോർഡിൽ വെച്ച് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതാണ് നമ്മൾ അടിച്ച ഫ്ലെക്സ്. അവള് കാത്തൂനെ നോക്കുക കേട്ടാ. ഈ ഡെക്കറേഷൻ്റെ കാര്യത്തിന് മുന്നേ ഞാൻ ഫായിസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാത്തൂനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം, കാത്തൂൻ്റെ കേക്ക് വേണമെന്ന്. അപ്പോൾ ശംഭുചേട്ടനും ജയൻചേട്ടനും കൂടെ അവിടെ മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ആദിക്കുട്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ണനും ജയൻചേട്ടനും ശംഭുചേട്ടനും കൂടെ അവിടെ ഫ്ലെക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ അത് സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും ആർച്ച് വെക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് അടിച്ചത് നമ്മുടെ തന്നെ പരിചയത്തിലുള്ള ജോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ കടയിൽ നിന്നാണ്. ഫ്ലെക്സിൽ നമ്മൾ കാത്തൂനെയും ബലൂൺസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പം നമ്മുടെ കോസ്റ്റ്യൂമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡെക്കറേഷനാണ് ഫുള്ള് വരുന്നത്. അപ്പം അവരവിടെ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ആദിക്കുട്ടി ഫുൾ അച്ചാന്ന് കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശംഭുചേട്ടനെ. അപ്പം ഫായിസ് അവിടെ ഇവിടെ എല്ലായിടം നിന്നുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദിക്കുട്ടിയും ഞാനും കൂടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ബലൂൺ പൊട്ടി. ആദിക്കുട്ടിയും ഞാനും പേടിച്ചതേയില്ല. അപ്പം ഞങ്ങളവിടെ വീഡിയോസിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ശംഭുചേട്ടൻ അവിടെ ആർച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങളൊന്നും ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഒരു ഷോപ്പിലോട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശംഭുചേട്ടനും ഫായിസയും അവിടെ ഉണ്ട്, മറ്റേ ഫ്രണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ചായയും കടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോക്കറ്റ് ഷവർമയും കഴിച്ചിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഏകദേശമൊക്കെ ഡെക്കറേഷൻ സെറ്റായിട്ടുണ്ട്. ഇടയ്ക്കത്തെ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. ഞാൻ ആദ്യക്കുട്ടി ഉറക്കിയിട്ട് ഞാൻ കണ്ണനെ ഏൽപ്പിച്ചു ആദ്യക്കുട്ടിയെ. എന്നിട്ട് പിന്നെ ഞാനും ബലൂൺ വീർപ്പിക്കാനൊക്കെ കയറി. നേരത്തെ അവിടെ മുകളിൽ കുറേ ബലൂൺസൊക്കെ പണ്ട് ഒട്ടിച്ചതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബലൂൺസൊക്കെ ഒട്ടിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞാൻ വീഡിയോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാ. ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ആയപ്പോഴത്തേക്കിനും ഞങ്ങളും വീട്ടിൽ പോയി ഫായിസയും വീട്ടിൽ പോയി കേക്കൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫായിസ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ ഷമിത്തിയേട്ടൻ എത്തിയിട്ടുണ്ട്. ഷമിത്തിയേട്ടനും ഫാമിലിയും വന്നിട്ടുണ്ട്. ഇത് ഷമിത്തിയേട്ടൻ്റെ വൈഫാണ് വെണ്മ ചേച്ചി. അത് കുഞ്ഞാണ് ഗുഡ്ഡൂസ്. ഈ ഷമിത്തിയേട്ടൻ്റെ വൈഫ് എന്ന് പറയുന്നത് വെണ്മ ചേച്ചി ഒരു ഫേമസ് യൂട്യൂബറൊക്കെയാണ്. വെണ്മ ചേച്ചിയുടെ ചാനലിൻ്റെ പേര് വെണ്മാസ് ബ്യൂട്ടി ഹബ്ബ് എന്നാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറൊക്കെയാണ്. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പാർട്ടി ഹാള് ഫുൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബലൂൺസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിക്കുട്ടൻ്റെ രണ്ട് സൈഡിലും തൂക്കിയിട്ടിരിക്കുന്ന ആ ഫോട്ടോ ഫായിസ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പം നമ്മളാണ് ഫായിസയോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ അത് തൂക്കിയിടാം, നല്ല രസമായിരിക്കുമെന്ന്. ഞാനിവിടെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആദിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ബഹളമാണ്. അതാണ് ആദിക്കുട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഫായിസയോട് കേക്കിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഫായിസ എന്താണ് ഡിസൈൻ എന്നും എങ്ങനെയാണെന്നും ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫായിസ ചോദിച്ചപ്പോഴൊക്കെ ഫായിസ പറഞ്ഞത് സർപ്രൈസാണ്, അതെന്താണെങ്കിലും ഞാനങ്ങ് സെറ്റ് ചെയ്തോളാം എന്നാണ് ഫായിസ പറഞ്ഞത്.
നമ്മുടെ ആ രണ്ട് സൈഡിലും ബ്ലാങ്കായിട്ട് കിടക്കണ്ടെന്ന് കരുതിയിട്ട് ഫൈസ രണ്ട് സൈഡിലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനും എൻ്റെ ഫ്രണ്ടാണ് നിൽക്കുന്ന അനീസും കൂടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതുപോലെ 12 മാസത്തെയും ഫോട്ടോസ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹാങ് ചെയ്യാനുള്ള ലൈറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും അതും കൂടി ഒന്ന് ഹാങ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ. അപ്പം ഫായ്സ ഇങ്ങനെ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫായ്സ. ഞാൻ ഫായ്സയോട് ആദ്യക്കുട്ടീനെ ഹൈലൈറ്റ് ആക്കി നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കേക്കിൻ്റെ എല്ലാ ഐറ്റംസിലും ആദ്യക്കുട്ടീൻ്റെ ഫോട്ടോയും കാത്തൂൻ്റെ ഫോട്ടോയും മിക്സഡായിട്ട് ഫായ്സ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബേബി ബോക്സും കാത്തൂൻ്റെ ഒരു ചെറിയ ഫ്ലെക്സും കാത്തൂൻ്റെ കുറച്ച് ചെറിയ കട്ടൗട്ട്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലുബേബിയാണ്. ഇലുബേബി വന്നിട്ട് ആദ്യക്കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ കേക്ക് കണ്ടു. 2 കേക്കായിരുന്നു ഫായ്സ സെറ്റ് ചെയ്തത്. ഒന്ന് നമ്മുടെ ബാർബി കേക്ക്, ഒന്ന് അല്ലാണ്ട് കാത്തൂൻ്റെ തീമുള്ള ഒരു കേക്ക്. കാത്തൂൻ്റെ തീമുള്ള കേക്ക് വാഞ്ചോ ഫ്ലേവർ ആയിരുന്നു. ബാർബിയുടെ കേക്ക് മിൽക്കി നട്ട് ഫ്ലേവർ ആയിരുന്നു, വാനില മിൽക്കി നട്ട് ഫ്ലേവർ ആയിരുന്നു. അപ്പം കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബഹ്റൈനിലുള്ള ആർക്കും നല്ല കേക്കിനാണെങ്കിലും ഡെക്കറേഷൻസിനാണെങ്കിലും ഫായ്സയെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫായ്സയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.